പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചെറിയ കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. അതിൽ ഒന്നാമത്തേത് ഇന്ന് നടന്ന TNA റെസ്ലിംഗിൻ്റെ ഇമ്പാക്റ്റ് എന്ന വീക്ക്ലി എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നിലവിലെ TNA വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ നിക് നെമത്ത് WWE ഡോൾഫ് സിഗ്ലർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സൂപ്പർ താരം അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പ് ജെഫ് ഹാർഡി എന്ന് പറയുന്ന ലെജൻഡ് റെസ്ലറിനെതിരെ ഡിഫെൻഡ് ചെയ്യുകയുണ്ടായി. ജെഫ് ഹാർഡി TNA റെസ്ലിംഗിൻ്റെ ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളാണ്. ഹാർഡി ബോയ്സിൻ്റെ കൈവശമാണ് നിലവിൽ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഉള്ളത്. മത്സരത്തിൽ ക്ലീനായി തന്നെ നിക് നെമത്ത് ജെഫ് ഹാർഡിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിലുപരി ജെഫ് ഹാർഡിയുടെ കരിയറിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏറ്റവും അവസാനത്തെ ഒരു വേൾഡ് ടൈറ്റിൽ ഷോട്ട് ആയിരിക്കും, ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇക്കഴിഞ്ഞ് പോയത് എന്ന് നമുക്ക് പറയാൻ സാധിച്ചേക്കാം. ചിലപ്പോൾ TNA റെസ്ലിംഗിൻ്റെ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ലോക്ക്ഡൗൺ എന്ന് പറയുന്ന പേപ്പർ വ്യൂവിൽ TNAയുടെ നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരായ ഹാർഡി ബോയ്സ്, നെമത്ത് ബ്രദേഴ്സ്, നിക് നെമത്ത്, റയാൻ നെമത്ത് തുടങ്ങിയവർക്കെതിരെ ഈ ടാഗ് ടീം ടൈറ്റിൽ ഒരു ലോക്ക്ഡൗൺ മാച്ചിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ആ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പും ചിലപ്പോൾ ഹാർഡി ബോയ്സിൻ്റെ കൈവശത്ത് നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒരേ സമയം TNA വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പും ടാഗ് ടീം ചാമ്പ്യൻഷിപ്പും കൈവശം വെക്കാനുള്ള വലിയ അവസരമാണ് നിക് നെമത്ത് അഥവാ ഡോൾഫ് സിഗ്ലറിനെ ഈ ഓഗസ്റ്റ് 24 തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന TNAയുടെ ലോക്ക്ഡൗൺ എന്ന പേപ്പർ വ്യൂവിൽ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മൊമെൻറ്റ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ലൈനുകളിലൂടെയാണ് TNA റെസ്ലിംഗ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജെഫ് ഹാർഡി ഇപ്പോഴും ആക്റ്റീവ് ആണോ എന്നുള്ളത് പല കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചത്. രണ്ടാമത്തെ അപ്ഡേറ്റ് 2026 അഥവാ ഈ ഒരു വർഷത്തിൽ ഡ്രാഫ്റ്റ് നടക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് പലർക്കും ഒരു സംശയമുണ്ട്. 2025 നമുക്ക് ഡ്രാഫ്റ്റ് കാണാൻ സാധിച്ചില്ല. എന്നാൽ ചില കൂടുമാറ്റങ്ങൾ നമുക്ക് മെയിൻ റോസ്റ്ററിൽ ഇപ്പോൾ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. CM പങ്ക് സ്മാക്ഡൗണിലേക്ക് വന്നതും റോയിലേക്ക് സോളോസിക്കോവ, റോയ്സ് കീസ് പോലെയുള്ള താരങ്ങളൊക്കെ പോയതും ഇതൊക്കെ ചെറിയൊരു ഷെയ്ക്കപ്പാണ്. ഇത്തരത്തിലുള്ള ഷെയ്ക്കപ്പുകൾ ഇനിയും മുന്നോട്ടേക്ക് പോകും എന്നുള്ള ഒരു വാർത്തയാണ് റസ്ലി വേർഡ്സ് നിലവിൽ പങ്കുവച്ചിട്ടുള്ളത്. അതായത് സ്മാക്ഡൗൺ ബ്രാൻഡിലുള്ള കുറച്ച് വുമൺ റെസ്ലേഴ്സും മെൻ റെസ്ലേഴ്സും റോയിലേക്ക് കൂടുമാറുന്നത് കാണാൻ സാധിച്ചേക്കാം. NXTയിൽ നിന്ന് വരുന്ന പുതിയ കോളപ്പുകൾ സ്മാക്ഡൗണിലായിരിക്കും തുടക്കത്തിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വാർത്തയെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒഫീഷ്യലായിട്ടൊരു ഡ്രാഫ്റ്റ് 2026 നടക്കാൻ സാധ്യതയില്ല. ചില കൂടുമാറ്റങ്ങൾ അതിപ്പോൾ NXT കോളപ്പിലൂടെയും ബ്രാൻഡുകളിൽ നിന്ന് സ്വിച്ച് ചെയ്യുന്ന കുറച്ച് മൊമെൻറ്റ്സ് മാത്രമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം 2026 നടത്താൻ WWE നിലവിലൊരു പദ്ധതിയില്ല എന്നാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചിട്ടില്ല. ഡ്രാഫ്റ്റിനെ സംബന്ധിച്ചുള്ള മറ്റ് ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ പങ്കുവെക്കാം. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനും സൂപ്പർ താരവുമായ റോമൻ റിയൻസിൻ്റെ മണി ഇൻ ദ ബാങ്ക് 2026 പദ്ധതി എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഒക്ടോബർ മാസത്തിലാണ് ഈ വർഷത്തെ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻ്റ് നടക്കുന്നത്. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് മണി ഇൻ ദ ബാങ്ക് ഫോർമാറ്റ് ഫോളോ ചെയ്യുന്ന രീതിയിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളാണ് ഇതിൻ്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഡേറ്റിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. സമ്മർ സ്ലാമിന് മുൻപൊക്കെ നടന്നു വന്നിരുന്ന മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ് ഇപ്പോൾ സമ്മർ സ്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വർഷം ഫിക്ചർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന് പിറകിൽ കുറേയധികം ലോജിസ്റ്റിക്കലി കുറേയധികം കാരണങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. നമ്മൾ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ റോമൻ റിയൻസിൻ്റെ നിലവിലെ ഒപ്പോണൻറ്റിനെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. റോമൻ റിയൻസ് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യുമെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന LA നൈറ്റ് എന്ന് പറയുന്ന റെസ്ലറിനെതിരെയുള്ള ഒരു ടൈറ്റിൽ ഡിഫൻസ് ആയിരിക്കും റോമൻ റിയൻസ് നടത്താൻ പോകുന്നത് എന്നുള്ളതും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. റോമൻ റിയൻസിൻ്റെ ടാഗ് ടീം മത്സരമോ അല്ലെങ്കിൽ ബ്ലഡ് ലൈനെ കേന്ദ്രീകരിച്ചുള്ള ടാഗ് ടീം മത്സരമോ ഒന്നുമല്ല റോമൻ്റേതായിട്ട് മണി ഇൻ ദ ബാങ്കിലേക്ക് അവർ പ്ലാൻ ചെയ്യുന്നത്. റോമൻ റിയൻസിൻ്റെ ഡയറക്റ്റ് ഒരു 1-on-1 സ്റ്റൈലിലുള്ള ഒരു ടൈറ്റിൽ ഡിഫൻസ് ആണ് നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. LA നൈറ്റ് ആയിരിക്കും എതിരാളി. അപ്പോൾ ഇതിനു മുൻപ് നടക്കുന്ന ലൂച്ചാഡോർ റെസ്ലേഴ്സ് റോമൻ റിയൻസിൻ്റെ എതിരാളിയായിട്ട് വരുന്ന ആ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ റോമൻ റിയൻസ് സക്സസ്ഫുള്ളി ടൈറ്റിൽ റിട്ടേൺ ചെയ്യുമെന്നുള്ളതും നമുക്ക് ഡയറക്റ്റ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വാർത്തയാണ്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.